ഹലോ ഗൈസ്, നമുക്കൊരു ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുത്താലോ? ഇന്ന് ജൂലൈ 22. അപ്പോൾ ഇന്ന് എൻ്റെ ബ്രോയുടെ ബർത്ത്ഡേ വരുന്നത്. അങ്ങനെ രാവിലെ തന്നെ മറ്റു പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സദ്യവട്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി അടുത്തായിട്ട് കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ അതിനായിട്ടുള്ള സമയമാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കേക്ക് കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ടുള്ള കേക്ക് തന്നെ. അതുപോലെ ചോക്ലേറ്റൊക്കെ ഇട്ട് എൻഹാൻസ് ചെയ്യിപ്പിച്ച് വളരെ നല്ല, നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ജന്നത്ത് കേക്ക്സ് എന്നാണ്. അപ്പോൾ ആമിനയുടെ സംരംഭമാണ് ജന്നത്ത് കേക്ക്സ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ മുമ്പ് ഒരുപാട് നമ്മൾ പുഡിങ് ആയാലും കേക്കൊക്കെ മുമ്പും അവിടെ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാണ്ടല്ലോ, അതിൽ റിബണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഊരി മാറ്റി ഇനി അടുത്ത കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പം എന്തായാലും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തതായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ക്യാൻഡിലൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊക്കെ എന്തിനാണ് ഈ കൊച്ചു കുട്ടികളെ പോലെ ക്യാൻഡിലൊക്കെ വെച്ച്, അത്യാവശ്യം ഇതൊക്കെ തന്നെ ധാരാളം എന്നാണ് പറയുന്നത്. സാധാരണ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ എല്ലാം കൊണ്ടും വളരെ അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് ഇവരെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ ഒക്കെ അങ്ങനെ വലിയ ആഘോഷിക്കേണ്ടത്, ഇതൊക്കെ ഭയങ്കര ആഡംബരമല്ലേ എന്ന് പറയുന്ന ആൾക്കാരാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. കേക്ക് കട്ടിങ്സൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഈ ഒരു ദിവസം വളരെ സന്തോഷപൂർവ്വം തന്നെ ആഘോഷിക്കണം. നമ്മളെ ലൈഫിൽ നമ്മൾ എത്രത്തോളം കാലം നമ്മൾ ജീവിക്കുന്നോ അത്രത്തോളം കാലം വളരെ സന്തോഷകരമായിട്ട് ഇതുപോലുള്ള എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നടത്തുക എന്നുള്ളത് തന്നെ. നമുക്ക് അതൊക്കെ അല്ലേ ഒരു ഓർത്തിരിക്കാൻ പറ്റിയ കാര്യം. അങ്ങനെ കണ്ടില്ല, ഒരു വലിയൊരു പീസ് തന്നെ കട്ട് ചെയ്തെടുത്തായിരുന്നു ഇപ്പം ബർത്ത്ഡേക്ക്. അപ്പം ഞാൻ എന്തായാലും ആ കേക്ക് കുറച്ചെടുത്ത് വായിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കേക്ക് ഭയങ്കര ടേസ്റ്റി തന്നെയായിരുന്നു. നമ്മൾ കാണാൻ മാത്രമല്ല, അത്യാവശ്യം കഴിക്കാനും വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ള ചോക്ലേറ്റും ഒക്കെ വെച്ചാൽ അടിപൊളി കേക്കായിരുന്നു. അതുപോലെ ഞാൻ ചോക്ലേറ്റൊക്കെ വായി വെച്ച് തരാമെന്നാണ്. അപ്പോൾ അതെല്ലാം ഞാൻ കഴിച്ചിങ്ങനെ ഇരിക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഒരു നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ ഒരാഘോഷമാക്കാം എന്ന് വിചാരിച്ച് തന്നെയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്കായിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്തു തന്നായിരുന്നു അപ്പോൾ ജന്നത്ത് കേക്ക്സ്. അപ്പോൾ അവരുടെ അടുത്ത് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സത്യം പറഞ്ഞാൽ പല ആഘോഷങ്ങളിലും ഇവരുടെ തന്നെ കേക്ക് ഓർഡർ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഉച്ചയോടുകൂടി സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇനി അടുത്തെന്തായാലും കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇനി സദ്യ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം കൂടുതൽ കേക്ക് കഴിച്ച് ഇനി എന്തായാലും വയറ് നിറയ്ക്കുന്നില്ല. പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ കിറ്റ്കാറ്റ്, ഫെറാറോ റോഷർ ഇതെല്ലാം വെച്ച് നല്ല അടിപൊളിയാക്കി തന്നെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കഴിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കാണാനും പ്രത്യേകിച്ച് കഴിക്കാനും എല്ലാം വളരെ ചിലത് നമുക്ക് എന്ത് പറയാനില്ല. അത്യാവശ്യം നല്ലൊരു കേക്ക് തന്നെയായിരുന്നു. മുമ്പും ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പുഡിങ്ങും മറ്റുമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കേക്കും ഒക്കെ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷമൊക്കെ ആയി. ഇനി അടുത്തതായിട്ട് സദ്യ കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പ്, പപ്പടം, അവിയൽ, തോരൻ, പുളിയിഞ്ചി, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സദ്യ. പിന്നെ എന്തായാലും ചെറിയ 2 വാഴയിലയൊക്കെ എടുത്ത് തന്നെയാണ്. അപ്പോൾ ഇലയിൽ തന്നെ സദ്യ വിളമ്പാന്ന് തന്നെ കരുതി ചെറിയ തോതിൽ ഉള്ള സാധനം കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു സദ്യയാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വാഴയുള്ള കാരണം നമുക്ക് എന്തായാലും ഇലയ്ക്ക് ക്ഷാമമൊന്നുമില്ല. അപ്പോൾ വേറെ മറ്റ് ആൾക്കാരുടെ പറമ്പിൽ പോവുക. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ച് എന്തായാലും ഇല മുറിയെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളവിടെ തന്നെ 2 വാഴയൊക്കെ വെച്ചിട്ടുള്ള കാരണം എന്തായാലും ഇലയ്ക്ക് ക്ഷാമമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ വാഴയിലയൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് തന്നെ വിളമ്പി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാനായിട്ട് പോകും. അങ്ങനെ എന്തായാലും ഈ ഒരു സദ്യക്ക് ഇപ്പോൾ വീട്ടിൽ അച്ചാറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അച്ചാറില്ലാത്ത കാരണം കൊണ്ട് എന്തുണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് തന്നെ പുളിയിഞ്ചി ഉണ്ടാക്കിയാൽ എന്തെന്ന് വിചാരിച്ചു. അങ്ങനെ
ഇഞ്ചി എടുത്തു, പ്രത്യേകിച്ച് പെട്ടെന്ന് അരിഞ്ഞു, പെട്ടെന്നുണ്ടാക്കിയൊരു അച്ചാറാണ്. അപ്പം ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു, കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് എന്ന് പറയുമ്പം പുളിയിഞ്ചി വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയെല്ലാ ഇത് കൊള്ളാം എന്നാണ് അങ്ങനെ നമ്മൾ ആസ്വദിച്ച് തന്നെ കഴിക്കും. പിന്നെ കൂടുതൽ കറികളൊക്കെ വെച്ചാലും നമുക്ക് എന്താണ് 2 പേരല്ലേ ഉള്ളൂ, കൂടുതൽ കറിയുടെ ആവശ്യമൊന്നും ഇല്ല. വച്ചിരുന്നാലും അത് കഴിച്ച് തീർക്കാനുള്ള ബുദ്ധിമുട്ട് ഒന്ന് മാത്രമാണ്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സദ്യ വട്ടങ്ങളാണ് അറേഞ്ച് ചെയ്തത്. അപ്പം ആവശ്യത്തിനുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാതെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫുഡ് എടുത്ത് പാഴാക്കുന്നതിനോട് എനിക്കൊരഭിപ്രായമില്ല. ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കുക, അപ്പോൾ അത് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉച്ചയോട് കൂടിയിട്ട് ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞങ്ങനെ ഇരിക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടി വിയിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം വേറെ പരിപാടികളൊന്നും വീട്ടിൽ തന്നെ തുടരുക എന്നുള്ളത് കൂടെ. എന്നായിരുന്നാലും അത്യാവശ്യം പുളിയിഞ്ചിയും തോരനും അവിയലും ഇതെല്ലാം കുട്ടി ഫുഡൊക്കെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റേത് മാർച്ച് 20-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ വളരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആഘോഷിച്ചായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബർത്ത്ഡേ, ബ്രോയുടെ ബർത്ത്ഡേയും വളരെ നന്നായിട്ട് തന്നെ ആഘോഷിക്കുന്നു. അപ്പം നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ തോതിലുള്ളൊരാഘോഷം അത്ര മാത്രമേ ഉള്ളൂ. അത് എന്നേക്കുമായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ട കാര്യങ്ങൾ അത് ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ആ ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും സദ്യ വട്ടമൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു കറികൾ കൂടുതൽ വരണമെങ്കിൽ നാളത്തേക്കും കൂടെ എടുക്കാൻ കണക്കിനുള്ള ഇത് തന്നെയാണ് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ച് അത്യാവശ്യം ഒരു കുഞ്ഞ് സദ്യ ഒരുക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തുകൊണ്ടില്ല, ഇപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഇത്തിരി ആഘോഷപൂർവ്വം തന്നെ ആയിക്കോട്ടെ, ഫ്രണ്ട്സോ റിലേറ്റീവ്സിനെ വിളിച്ച് വളരെ ആഡംബരമായിട്ടൊന്നുമല്ലല്ലോ, ചെറിയ തോതിലല്ലേ. അപ്പം നമുക്ക് എന്തായാലും ആഘോഷിക്കാം, ഈ വർഷം എന്തായാലും നല്ല രീതിക്ക് ആഘോഷിക്കണമെന്ന് തന്നെയാണ് കരുതിയത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയുള്ള ഓരോരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാങ്കിൽ പോകണം, മറ്റ് കാര്യങ്ങളെയൊക്കെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഫുഡ് അത്യാവശ്യം എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തരക്കേടില്ലാത്ത കറികളൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി നന്നായിട്ട് കഴിക്കുന്നു. പായസവും കൂടെ വയ്ക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാം, ഈ കേക്ക് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കൂടുതൽ നമ്മളെന്തായാലും ഷുഗർ കൂടുതൽ കഴിക്കുന്നില്ല, കാരണം അതൊക്കെ കഴിച്ച് തന്നെ അത്യാവശ്യം മത്തായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത് ഇനി സദ്യയിലൂടെ ഇനി പായസവും കൂടെ. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, അപ്പോൾ വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ ആയിട്ട് എൻഹാൻസ് ചെയ്തിരിക്കുന്ന കേക്ക് കഴിക്കുകയില്ല, അപ്പോൾ അത് വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്നാൽ ഞാൻ അത്യാവശ്യം പുളിയിഞ്ചിയൊക്കെ കൂട്ടിയാണ് കേക്ക് കഴിച്ച് നല്ല മത്തായതുകൊണ്ട് തന്നെ എന്തായാലും പുളിയിഞ്ചിയും അത്യാവശ്യം തൊട്ട് നക്കി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു മത്ത് കാണത്തില്ലല്ലോ, അങ്ങനെ ഇരിക്കുകയാണ്. അത്യാവശ്യം കറികളൊക്കെ നല്ലോണം കഴിക്കും. ചോറ് അല്പം ക്വാണ്ടിറ്റി കുറച്ചായാലും കറികൾ നല്ലോണം കഴിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഡയറ്റ് ഒന്നും നടക്കില്ല, അതും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, രാവിലെ ഓട്സാണ് കഴിക്കുന്നത്, ഓവർനൈറ്റ് ഓട്സ് കഴിക്കും, പിന്നെ ഗ്രീൻ ടീ ഒക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് അത്യാവശ്യം ചോക്ലേറ്റ് പിന്നെ സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വയറൊക്കെ അത്യാവശ്യം നിറഞ്ഞു. ഇനി ഒരു ഉറക്കത്തിനുള്ള ടെൻഡൻസിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഒരു സിനിമ സെറ്റിയിൽ അവിടെ ഇരുന്ന് ഒരു സിനിമയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും അഭിപ്രായവും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ബ്യൂട്ടി റിലേറ്റഡ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ചെറിയൊരു ബ്രേക്കിന് ശേഷമായി മുമ്പോട്ട് വരുന്നുണ്ട്. അങ്ങനെ
ഞങ്ങളെ ഈ വിശേഷങ്ങളും കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെ ഇത്ര തന്നെയാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിലും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇനി അടുത്ത ഏത് മൂവി വേണം എന്നുള്ളതാണ്. ഒന്നുകിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ ആയിരിക്കാം. അങ്ങനെ സെലക്ട് ചെയ്തൊക്കെ വെച്ച് നമ്മൾ സിനിമയൊക്കെ കണ്ടിരിക്കുക എന്നുള്ളത്. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല, വെളിയിൽ പോവുകയോ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഇല്ല. വീട്ടിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം വീട്ടിൽ തന്നെ ആഘോഷിക്കാനും തുടരാനും ഒക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒരു കുഞ്ഞ് ബ്ലോഗാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു ആൾ.